രാവിലെ ഒരു അപകട വാർത്ത കൂടി പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടി വരുന്നു. കോഴിക്കോടാണ് അറപ്പുഴ പാലത്തിന് സമീപം ദേശീയപാതയിൽ അപകടം. ഡിവൈഡറിൽ ഇടിച്ച് കാർ കത്തി. കാറിലുണ്ടായിരുന്ന ആളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ലതീഷ് വിവരങ്ങൾ നൽകാനുണ്ട്. ലതീഷ്, എന്താണ് സംഭവിച്ചത്? അന്ന പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. അമിത വേഗതയിലെത്തിയ കാറ് ഡിവൈഡറിൽ ഇടിച്ച് ഉടൻ തന്നെ കത്തുകയായിരുന്നു. കാറ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. മീഞ്ചന്ത ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഡ്രൈവർ മാത്രമാണ് കാറിലുണ്ടായിരുന്നത്. ഡിവൈഡറിൽ ഇടിച്ച ഉടൻ തന്നെ കാറ് കത്തി. ആ ഘട്ടത്തിൽ തന്നെ ഡ്രൈവർ പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടം അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. വലിയ പരുക്കില്ലാതെ രക്ഷപ്പെട്ടു. പരുക്ക് ഗുരുതരമല്ല എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം. കാരണം പുലർച്ചെയായിരുന്നു, അമിത വേഗതയിലായിരുന്നു വാഹനം. ഡിവൈഡറിൽ ഇടിച്ച ആ ഒരു ഇടിയുടെ ആഘാതത്തിലാണ് കാറ് കത്തുകയും തീ ആളിപ്പടരുകയും ചെയ്യുന്ന സാഹചര്യം. തീർച്ചയായും കാറിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അയാൾക്കാണ് പരിക്കേറ്റത്. കൂടുതൽ ആളുകൾ ഉണ്ടാവാതിരുന്നതും മറ്റു വാഹനങ്ങളൊന്നും ആ സമയത്ത് റോഡിൽ കൂടുതലായി ഉണ്ടാവാതിരുന്നതുമെല്ലാം വലിയ ഒരു അപകടം ഒഴിവാക്കുന്ന നിലയാണ് ഉണ്ടായത്. എന്തായാലും പരിക്കേറ്റ ആളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. അന്ന. ശരി, ലതീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് അറപ്പുഴ പാലത്തിന് സമീപമാണ് ദേശീയപാതയിൽ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഡിവൈഡറിൽ ഇടിച്ച് കാർ മറിഞ്ഞ് കത്തുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന ആളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നതാണ് ലതീഷ് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത.